بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ഇഹ്യാ ഉലൂമുദ്ദീൻ അതിന്റെ ക്ലാസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കിതാബിന്റെ ഉദ്ധരണി നൽകാം. കഴിഞ്ഞ ആഴ്ചത്തതിന്റെ ബാക്കി ഭാഗം തന്നെ നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. അതിലെ കഴിഞ്ഞ ഭാഗം റെക്കോർഡിൽ വരാത്ത ഭാഗം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഏതായാലും നല്ല അനിവാര്യമായ ഭാഗമാണ്, വളരെ മനസ്സിലാക്കാൻ മാത്രമുള്ള ഭാഗമാണ്. അൽ ഹഖുൽ ഖാമിസു അൽ അഫു അനിസ് സല്ലാത്ത് വൽ ഹഫവാത്ത്. അഞ്ചാമത്തെ ഹക്ക് വിട്ടുവീഴ്ച ചെയ്യുക എന്നതാണ്. സല്ലാത്ത്, ഹഫവാത്ത്, പിഴവുകൾ വന്നു പോകുമ്പോ, അപാകതകൾ വന്നു പോകുമ്പോ അതിന് വിട്ടുവീഴ്ച ചെയ്യുക എന്നതാണ് എന്ത് അഞ്ചാമത്തെ ഹക്ക്. ഓരോ ഹക്കും എണ്ണി എണ്ണി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതില് ഹഫവാത്ത് എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റി പോവുക, കുറ്റം പറ്റി പോവുക. സല്ലാത്ത് എന്ന് പറഞ്ഞാൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴവുകൾ വന്നു പോവുക. ഹഫവത്തു സ്വദീഖി, ഒരു ചങ്ങാതിക്ക് ഒരു തെറ്റുപറ്റിപ്പോയാൽ ലാ തഖ്ലു ഇമ്മാൻ തകൂന ഫീ ദീനിഹി, ചിലപ്പോ അത് ദീനിൽ തെറ്റായിരിക്കാം. ഇർത്തികാബി മഅസിയത്തി, തെറ്റ് ചെയ്യുക. ഔ ഫീ ഹഖിക, അല്ലെങ്കിൽ നിന്നോടുള്ള ഹക്ക്, നിന്നോടുള്ള പെരുമാറ്റത്തിലോ മറ്റോ ഉള്ള തെറ്റ്. ബിതഖ്സീരിഹി, അവൻ വീഴ്ച വരുത്തുന്നു. ഫിൽ ഉഖുവത്തി, സാഹോദര്യത്തോട് വീഴ്ച വരുത്തുന്നു. ഇങ്ങനെ രണ്ട് രീതിയിലാണ് വരും. ഒന്ന് ദീനിൽ തെറ്റ്, മറ്റൊന്ന് വ്യക്തിയോട് ചെയ്യുന്നത്. അമ്മാമാ യകൂനു ഫി ദീനി, ദീനിൽ തെറ്റായ കാര്യം, ഇർത്തികാബി മഅസിയത്തിൻ, ഒരു തെറ്റ് ചെയ്യുക, വൽ ഇസ്റാരി അലൈഹ, അത് തുടരെ പിന്നെയും ചെയ്യുക. ഫഅലൈക തലത്തുഫു, അവന് നീ എന്താ ചെയ്യേണ്ടത്? ഫഅലൈക തലത്തുഫു ഫി നുസ്ഹിഹി, അവനോട് അത് ഉപദേശിക്കുന്നതിൽ ഒരു മൃദുവായ സമീപനം വേണം. ബിമാ യഖൂമു ഔദുഹു, അവന് മടങ്ങാൻ പറ്റണം. വയജ്മഉ ശംലഹു, അവന് പിടിച്ചു നിൽക്കാൻ പറ്റണം. വയുഈദു ഇല സ്വലാഹി വൽ വറഇ ഹാലഹു, അവന് ഒരു നന്മയിലേക്കും സൂക്ഷ്മതയിലേക്കും അവന്റെ അവസ്ഥയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് അവനോട് പെരുമാറേണ്ടത്. ഫൈലം തഖ്ദിർ, അതിന് പറ്റാതിരിക്കുമ്പോ വബഖിയ മുസുറൻ, അവൻ വീണ്ടും ആ തെറ്റിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോ ഫഖദ് ഇഖ്തലഫത് തുറുഖു സ്വഹാബത്തി വത്താബിഈന ഫീ ഇദാമത്തി ഹഖ് മവദ്ദതിഹി വ മുഖാതഅതിഹി, അവിടെ സ്വഹാബത്തിന്റെയൊക്കെ റൂട്ട് പല ശൈലിയുണ്ട്. താബീങ്ങളുടെ റൂട്ട് ഫീ ഇദാമത്തി ഹഖ് മവദ്ദതിഹി, സ്നേഹം നിലനിർത്തണോ, മുഖാതഅതി, ബന്ധം മുറിക്കണോ. فذهب أبو ذر رضي الله عنه إلى الانقطاع وقال, അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇദൻഖലബ അഖൂക അമ്മാ കാന അലൈഹി, ഒരാള് നിലവിലുള്ള ഒരവസ്ഥയിൽ നിന്ന് മാറിയാൽ, എന്നാൽ ഒരു നല്ല കാര്യം ചെയ്യുന്നതിൽ നിന്ന് ഒരാള് മോശത്തിലേക്ക് മാറിയാൽ, ഫഅബ്ഗിദുഹു മിൻ ഹൈസു അഹ്ബബ്തഹു, ഇഷ്ടപ്പെട്ടത് ഇതുവരെ ഇഷ്ടപ്പെട്ടതുപോലെ അവിടുന്ന് അങ്ങോട്ട് നീ വെറുക്കണം. ഒരഭിപ്രായം. അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹം, അള്ളാഹുവിന്റെ വഴിയിൽ കോപം എന്ന ആ ഒരു റൂട്ടാണ്. എന്നാൽ അമ്മ അബൂദർദ, സ്വഹാബിയായ അബൂദർദ റളിയല്ലാഹു അൻഹു ജമാഅത്തുൻ മിന സ്വഹാബത്തി, സ്വഹാബത്തിലെ ഒരു വിഭാഗം, ഫദഹബു ഇലാ ഖിലാഫിഹി, അങ്ങനെ അല്ല വേണ്ടത് എന്നാണ് അഭിപ്രായം.
ഫഖാല അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ തഗയ്യറ അഖൂക, നിന്റെ സഹോദരനൊരു മാറ്റം വന്നാൽ, അവനൊരു തെറ്റിലേക്ക് മാറുന്ന ഒരു സിസ്റ്റം വന്നാൽ, വഹാല അമ്മാക്കാന അലൈഹി, ഇപ്പോഴുള്ള അവസ്ഥയൊക്കെ മാറിയാൽ, ഫലാ തദഉഹു ലി അജ്ലി ദാലിക, അക്കാരണത്താൽ നീ അവനെ ഉപേക്ഷിക്കല്ലേ. ഫഇന്ന അഖാക യഊജു മറത്തൻ, സഹോദരൻ നിന്റെ ഒരു സുഹൃത്ത് ചില സമയത്തൊക്കെ വഴിവേക്കും. വയസ്തഖീമു ഉഖ്റ, പിന്നെ മാറാം, പിന്നെ നന്നാകാം. വഖാല ഇബ്രാഹിമുൻ നഖഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ലാ തഖ്ത അഖാക, അവിടെ നിന്റെ സഹോദരനോട് നീ പിണങ്ങണ്ട. വലാ തഹ്ജുറുഹു, അവന്റെ ബന്ധം മുറിക്കണ്ട. വലാ തഹ്ജുറുഹു, അവനോട് പിണങ്ങണ്ട. ഐന്ദ ദംബി ബിദംബിഹി, അവൻ ദോഷം ചെയ്യുന്ന ആ കാരണത്താൽ ആ സമയത്ത് അവനെ ഒഴിവാക്കല്ലേ. ഇന്നഹു യർതക്കിബുൽ യൗമ, ഇന്ന് അവനൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വയത്രുക്കുഹു ഗദൻ, നാളെ അത് ഉപേക്ഷിച്ചേക്കാലോ. വഖാല ഇദൻ, എന്നിട്ട് പറഞ്ഞു, ലാ തുഹദ്ദിസു നാസ ബിസല്ലത്തിൽ ആലിം, ഒരു മനുഷ്യൻ, ഒരു ആലിമ് പിഴച്ചാൽ അത് ജനങ്ങളോട് വിളിച്ചു പറയണ്ട. ഒരു ആലിമിന് ഒരു അപാകത വന്നാൽ വിളിച്ചു പറയണ്ട. ഫൈനൽ ആലമ യസില്ലു സല്ലത സുമ്മ യത്റുക്കുഹ, ചിലപ്പോ ഒരു പിഴവ് പറ്റിയാൽ അവരത് ഉപേക്ഷിച്ച് തിരിച്ചു വരും. വഫിൽ ഖബരി, ഹദീസിൽ കാണാം, ഇത്തഖു സല്ലത്തൽ ആലിം, ഒരു ആലിമിനെ ഒരു പിഴവ് പറ്റുമ്പോഴേക്ക് നിങ്ങൾ അത് വിളിച്ചു പറയാൻ നിൽക്കരുത്, സൂക്ഷിക്കണം. വലാ തഖ്തഊഹു, നിങ്ങള് അദ്ദേഹത്തിന്റെ ആ ബന്ധമൊക്കെ അപ്പോഴത്തേക്ക് മുറിച്ച് ഒഴിവാക്കണ്ട. വന്തളിറു ഫൈഅത്തഹു, അദ്ദേഹം മടങ്ങി വരുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വഫി ഹദീസി ഉമർ, വഖദ് സഅല അൻ അഖിൻ കാന അഖാഹു, നേരത്തെ നല്ല ബന്ധമുള്ള ഒരു സുഹൃത്തിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഫഖറജ ഇല ശാം, അദ്ദേഹം ഷാമിലേക്ക് പോയതായിരുന്നു. ഫസഅല അൻഹു, അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചു. ബഅദമൻ ഖദിമ അലൈഹി, അവിടുന്ന് വന്ന ചില ആൾക്കാരോട് ചോദിച്ചു. വഖാല മാ ഫഅല അഖി, എന്തൊക്കെയാണ് അയാളെ സ്ഥിതി എന്ന് ചോദിച്ചു. ഖാല ദാലിക അഖു ശൈത്താൻ, അയാളിപ്പോ പിശാചിന്റെ കൂട്ടാളിയാണ് എന്ന് പറഞ്ഞു. കലമ, അങ്ങനെയൊന്നും പറയല്ലേ. ഖാല ഇന്നഹു ഖാരിഫുൽ കബായിർ, അപ്പൊ അയാൾ പറഞ്ഞു, ഇപ്പൊ വൻകുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹത്താ വഖാഫിൽ ഖംദി, കള്ളു കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഖാല റളിയല്ലാഹു പറഞ്ഞു, ഇദാ അറത്തൽ ഖുറൂജ ഫഅദിന്നി, നിങ്ങള് ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു നാട്ടിലേക്ക് പോകുമ്പോ ഒന്ന് എന്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു. ഫകതബ ഇൻദ ഖുറൂജി ഇലൈഹി, അങ്ങോട്ട് പോകാൻ നേരത്ത് ഒരു കത്ത് എഴുതി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കത്തിന്റെ രത്ന ചുരുക്കാൻ. ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം, അലീമും എല്ലാം അറിയുന്നവനും പ്രതാപിയുമായ അള്ളാഹുവിൽ നിന്ന് ഉള്ള ഗ്രന്ഥമാണിത് എന്ന് പറയുന്ന സൂറത്ത് ഗാഫിർ. ഗാഫിരിദ് ദംബി വഖാബിലി തൗബ്, ദോഷങ്ങൾ പൊറുക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്. ശദീദുൽ ഇഖാബ്, ശക്തമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു എന്ന അർത്ഥം വരുന്ന ആയത്ത് എഴുതിയതിനു ശേഷം തുമ്മ ആതബഹു തഹ്ത ദാലിക വഅദലഹു, അദ്ദേഹത്തോട് എന്താ ഇങ്ങനെയൊക്കെ ആയത്, എന്തിനാ ഇങ്ങനെ ദുഷിച്ച് നടക്കുന്നത്, ഇങ്ങനെ നടന്നാ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ അതിനെ തിരുത്തി ആക്ഷേപിച്ച് എന്ത് ചെയ്തു, കത്തെഴുതി. ഫലമ്മ ഖറഅ അൽ കിതാബ, ഈ കിതാബ് വായിച്ചപ്പോ ബക്ക, അദ്ദേഹം കരഞ്ഞു. വഖാല സദഖല്ലാഹു വനസഹ ലി ഉമറു ഫതാബ വറജഅ, അള്ളാഹു പറഞ്ഞതാണ് ശരി, ഉമർ റളിയല്ലാഹു അൻഹു എന്നെ ഉപദേശിച്ചിരിക്കുന്നു, ഞാൻ തൗബ ചെയ്തു മടങ്ങാണ്. ഇതുപോലെ തന്നെ ധാരാളം ചരിത്രം കാണാം. വഹുക്കിയ അന്ന അഖവൈനി ബുതുലിയ അഹദുഹുമാ ബിഹവൻ, രണ്ട് സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അതിലൊരാൾക്ക് ജീവിതത്തിൽ തോന്നിയാസം ചെയ്ത് ജീവിക്കുന്ന അവസ്ഥയിലേക്കായി മാറി. ഫഅൽഹറ അലൈഹി അഖാഹു, അപ്പോ അദ്ദേഹത്തോട് സത്യം ചെയ്ത് അദ്ദേഹത്തിന്റെ ഈ സഹോദരനോട് മറ്റേയാൾ പറഞ്ഞു. വഖാല ഇന്നി ഖദ് ഇഅ്തലൽതു, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാണ്, നിന്നോടുള്ള ബന്ധം മുറിക്കേണ്ടി വന്നിരിക്കുന്നു. ഫൈൻ ശിഅത അല്ലാ തഖിദ അലാ സുഹ്ബതി ലില്ലാഹി ഫഫഅൽ, നീ ഇങ്ങനെ ചെയ്യൂല എന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഫഖാല മാ കുന്തു ലഉഹില്ലു അഖ്ദ ഉഖുവതിക, ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ സഹോദര്യ ബന്ധം മുറിക്കുന്നില്ല എന്ന് പറഞ്ഞു. ലി അജ്ലി ഖതുഇക അബദൻ, നീ തെറ്റ് ചെയ്ത കാരണത്താൽ നിന്റെ ബന്ധം ഞാൻ മുറിക്കുന്നില്ല.
നീ ഇതൊന്ന് ഒഴിവാക്കണം. തുമ്മ അഖദ അഖൂഹു ബൈനഹു വബൈനല്ലാഹി അല്ലാ യഅകുല വലാ യശ്റബ. അദ്ദേഹം സത്യം ചെയ്തിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യൂല. ഹത്താ യുആഫി അല്ലാഹു അഖാഹു മിൻ ഹവാഹു. അയാൾ ഈ തെറ്റ് തിരുത്തുന്നത് വരെ, മോശമായ ജീവിതം അവസാനിപ്പിക്കുന്നത് വരെ. ഫത്വ 40 യൗമൻ. അങ്ങനെ അയാൾ പേച്ചു നടന്നു 40 ദിവസത്തോളം. ഫി കുല്ലിഹാ യസ്അലുഹു അൻ ഹവാഹു. ഈ 40 ദിവസം അയാളെ കുറിച്ച് ഈ സഹോദരൻ അന്വേഷിക്കും, അയാൾ മാറിയോ. ഫക്കാന യഖൂലു അൽ ഖൽബു മുഖീമുൻ അലാ ഹാലിഹി. അയാൾ പിന്നെ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞു. വമാ സാല ഹുവ യതഹല്ലലു മിനൽ ഗമ്മി വൽ ജൂഇ. അദ്ദേഹം വിഷന്നും കഴിഞ്ഞു 40 ദിവസത്തോളം. ഹത്ത സാലൽ ഹവാ. മറ്റേയാൾ മാറി. അൻ ഖൽബി അഖീഹി ബഅദൽ 40. 40 ദിവസമായപ്പോ മാറി. ഫഅഖ്ബറഹു ബിദാലിക. അപ്പൊ പറഞ്ഞു, അയാൾ മാറി എന്ന് പറഞ്ഞപ്പോ ഫഅക്കല വശരിബ ബഅദ അൻ കാദ യത്ലഫു ഹസാലൻ വളറൻ. ഏകദേശം മരിക്കാനായി പോയി എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരാൾ മോശമായാൽ അയാളെ തിരുത്താൻ ഇത്തരം വഴികൾ വരെ ഉപയോഗിച്ചവരെ കാണാം എന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. കദാലിക ഹുക്കിയ അൻ അഖവൈനി മിനസ് സലഫ്. സ്വാലിഹ് മുൻഗാമികളിലെ 2 സുഹൃത്തുക്കളുടെ ചരിത്രം കാണാം. ഇൻഖലബ അഹദുഹുമാ അനിൽ ഇസ്തിഖാമത്ത്. അതിൽ ഒരാള് എങ്ങനെ നല്ല റൂട്ടിൽ നിന്ന് മാറി. ഫഖീല ലി അഖീഹി അല്ലാ തഖ്തഉഹു വതഹ്ജുറുഹു. നിങ്ങൾക്ക് അയാളെ ബന്ധം ഒഴിവാക്കി കൂടെ എന്ന് ചോദിച്ചപ്പോ ഫഖാല അഹ്വജു മാ കാന ഇലയ്യ ഫീ ഹാദൽ വഖ്തി. ഇപ്പോഴാണ് അയാൾക്ക് എന്നെ കൂടുതൽ ആവശ്യം. ലിമാ വഖഅ ഫീ അസറത്തിഹി. അയാൾക്ക് ഇപ്പോഴല്ലേ ഒരു പകർച്ച പറ്റിപ്പോയത്. അപ്പോഴല്ലേ കഴിപിടിക്കാൻ ആള് വേണ്ടെന്ന്. അന്നാഖുദ ബിയദിഹി. കൈപിടിക്കാൻ ആള് വേണ്ടത്. വാതലത്തു ലഹു ഫിൽ മുആതബതി. അയാളെ ആക്ഷേപിക്കാനും അതില് നല്ല രീതിയിൽ ആക്ഷേപിക്കാൻ, സ്നേഹത്തോടെ ആക്ഷേപിക്കാൻ കഴിയാനിക്കാണ്. വഅദഉ ലഹു ബിൽ ഔദി. മടങ്ങി വരാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കാണ് പറ്റുക. ഇലാമാ കാന അലൈഹി. അയാൾ നേരത്തെയുള്ള നല്ല അവസ്ഥയിലേക്ക് അയാളെ കൊണ്ടുവരാൻ പറ്റുക എനിക്കാണ്. വറുവിയ. അപ്പോ ഒരു സുഹൃത്ത് പിഴക്കുമ്പോഴേക്ക് അയാൾ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴുള്ള മറുപടി, പറ്റില്ല, എനിക്കതിന് പറ്റില്ല, അയാളെ നന്നാക്കി എടുക്കുകയാണ് എനിക്ക് വേണ്ടത്. ഇതാണ് അവരുടെ ആൻസർ. അതുപോലെ കാണാം പഴയകാലത്തെ അമ്പിയാക്കളുടെ ചരിത്രത്തിൽ കാണാം 2 സുഹൃത്തുക്കൾ ആബിദീങ്ങളായിരുന്നു. കാനാഫി ജബലിൻ. ഒരു പർവ്വതത്തിൽ താമസിക്കുകയാണ്. നസല അഹദുഹുമാ ലിയസ്തരിയ മിനൽ മിസ്രി ലഹ്മൻ ബിദിർഹമിൻ. ഒരു ദിർഹം എടുത്തിട്ട് ഭക്ഷണം വാങ്ങാൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് ഇറങ്ങി. അങ്ങനെ നാട്ടിൽ വന്നപ്പോ ഫറആ ബഗിയൻ ഇൻദൽ ലഹാമി. ഒരു പെണ്ണിനെ കണ്ടു. വേശ്യയാണ്. ഈ മാംസം വിൽക്കുന്ന ആളടുത്ത്. ഫറമഖഹ വഅശിഖഹ. പെണ്ണിനെ കണ്ടപ്പോ ഭയങ്കര താല്പര്യം തോന്നി. വജത്തദബഹ ഇലാ ഖൽവത്തിൻ വവാഖഅഹ. ആ പെണ്ണുമായിട്ട് ബന്ധമായി, അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. സുമ്മ അഖാമ ഇൻദഹ സലാസൻ. 3 ദിവസം ആ പെണ്ണിന്റെ കൂടെ താമസിച്ചു. വസ്തഹയ്യ അൻ യർജിഅ ഇലാ അഖീഹി ഹയാഅൻ മിൻ ജിനായത്തിഹി. കുറ്റമൊക്കെ ചെയ്തപ്പോ ഇനി ഈ ഇബാദത്തുമായിട്ട് കൂടുന്ന ആ സുഹൃത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്രയാസം. കാല ഫഫ്തഖദഹു അഖൂഹു. അയാൾ അന്വേഷിച്ചു വന്നു. വഹ്തമ്മ ബിശഅനിഹി. അങ്ങനെ ഇയാളങ്ങനെ അന്വേഷിച്ച് ഫനസല ഇലൽ മദീനത്തി. നാട്ടിൽ ടൗണിൽ വന്നു. ഫലം യസൽ യസ്അലു അൻഹു ഹത്താ ദുല്ല അലൈഹി. അന്വേഷിച്ച് കണ്ടെത്തി. ഫദഖല ഇലൈഹി വഹുവ ജാലിസും മഅഹ. ഈ പെണ്ണിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് കടന്നു ചെല്ലുന്നത്. ഫഅതനഖഹു വജഅല യുഖബ്ബിലുഹു വയൽതസിമുഹു. അയാളെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ മറ്റേ ആൾക്ക് ഈ ഇതിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി അൻകറൽ ആഖറു. അയാൾ എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ എന്നുള്ള മട്ടിൽ പെരുമാറി. ഫലം യസൽ യസ്അൽ അന്നഹു യഅരിഫുഹു ഖത്തു. അയാളെ തീരെ അറിയാത്ത പോലെ നടിച്ചു. ലിഫറത്തു ഇസ്തിഹിയാഇഹി മിൻഹു. കാരണം വളരെ നാണക്കേടായിട്ട്. ഫഖാല ഖും യാ അഖി. സഹോദര എണീക്ക്. ഫഖദ് അലിംതു ശഅനക വഖിസ്സതക. എനിക്ക് നിന്റെ കഥയൊക്കെ അറിയാം, ഞാനൊക്കെ അറിഞ്ഞു. വമാ കുന്തു ഖത്തു അഹബ്ബു ഇലയ്യ വലാ അഅസ്സു മിൻ സഅതിക ഹാദിഹി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് നീ എന്റെ കൂടെ പോരണം.
നീ നല്ല റൂട്ടിൽ തന്നെ പോരി, അതാ നല്ലത്. ഫലമാർ ആ അന്നദാലിക്കലം യുസ്തിതുഹു മിൻ ഐനിഹി, അയാൾ ഒഴിവാക്കൂല എന്ന് കണ്ടപ്പോ കാമ വൻസറഫമാഹു, അയാളെ കൂടെ പോയി. ഇതാണ് ഫഖാദി ത്വരീഖത്തു ഖൗമിൻ, ഇതാണ് നല്ല മഹാന്മാരുടെ റൂട്ട്. വഹിയ അൽതഫു വ അഫ്ഖഹു, അതാണ് കാരുണ്യമുള്ള അറിവുള്ളവരുടെ റൂട്ട്. മിൻ ത്വരീഖത്തി അബീദർ റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹുവിനെക്കാളും നല്ലത് ഇതാണ്. ത്വരീഖത്തുഹു അഹ്സനു വ അസ്ലം, അതും നല്ലത് തന്നെ, പക്ഷെ ഏറ്റവും നല്ലത് ഇതാണ്. ഫൈൻ കുൽത്ത, ഇവിടെ ഒരു സംശയം ഉണ്ടാകും. ഹാദാ അൽ ലിമ കുൽത്ത ഹാദാ അൽതഫു വ അഫ്ഖഹു, എന്തുകൊണ്ടാണ് ഇതാണ് കൂടുതൽ പാണ്ഡിത്യത്തിനോട് യോജിച്ചത് എന്ന്, പണ്ഡിതോചിതം എന്ന് പറയാൻ കാരണം? മുഖാരിഫു ഹാദിഹിൽ മഅസിയത്തി ലാ തജൂസു മുആഖാതുഹു, ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവരോട് ബന്ധം സ്ഥാപിക്കണ്ട. ഇബ്തിദാ, അത് ഉള്ളപ്പോ തന്നെ അവരോട് പോയി ആദ്യം തന്നെ ബന്ധം തുടങ്ങുമ്പോൾ മോശമുള്ളവർ തുടങ്ങണ്ട. ഫതജിബു മുഖാത്തഅതുഹു ഇന്തിഹാ, അവിടെ ആ ബന്ധം തുടങ്ങാതിരിക്കുകയാണ് വേണ്ടത്. ലിഅന്നൽ ഹുക്മ ഇദാ സബത ബിഇല്ലത്തിൻ, ഒരു ഇവിടുത്തെ വിഷയം എന്താണ്? ഒരു ഹുക്കുമ് ഒരു ഇല്ലത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടാൽ ഫൽ ഖിയാസു അൻ യസൂല ബിസവാലിഹ, അതില്ലാതിരിക്കുമ്പോ അതില്ലാതിരിക്കുക എന്നുള്ളതല്ലേ. അതായത് സാഹോദര്യം സ്ഥാപിക്കുന്നത് നന്മ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നന്മ പോയാൽ പിന്നെ ആ സാഹോദര്യം ഒഴിവാക്കുകയല്ലേ വേണ്ടത്. ഇല്ലത്തു അഖ്ദിൽ ഉഖുവത്തി, ഇവിടെ സാഹോദര്യം സ്ഥാപിക്കാനുള്ള ഇല്ലത്ത്, അതിന്റെ കാരണം അത്തആവുനു ഫിദ്ദീനി, ദീനിലുള്ള പരസ്പര സഹകരണമാണ്. വലാ യസ്തമിറു ദാലിക മഅ മുഖാറഫത്തി മഅസിയത്തി, മുഖാറഫത്തിൽ മഅസിയത്തി, തെറ്റ് ചെയ്യുമ്പോ പിന്നെ അത് നിലനിൽക്കൂലല്ലോ. ഫാഖൂൽ, അതിന്റെ മറുപടി, അമ്മാ കൗനുഹു അൽതഫ, അത് ഒരു കാരുണ്യമുള്ളത് എന്ന് പറയാൻ കാരണം ഫലിമാ ഫീഹി മിനർ റിഫ്ഖി, അവിടെ ഒരു കാരുണ്യം കാണിക്കുന്നുണ്ടല്ലോ. വലിസ്തിമാലത്തി, അവനോടൊരു എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സുകൊണ്ടൊരു അടുപ്പം കാണിക്കുന്നുണ്ട്. വതഅത്തുഫു അൽ മുഫ്ലി ഇല റുജൂഇ, മടങ്ങാൻ പ്രേരിപ്പിക്കുന്ന, വൽ തൗബത്തി, തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാരുണ്യം കാണിക്കൽ അവിടെ ഉണ്ടല്ലോ. എന്ത് ദവാമി സുഹബത്തി, പിന്നെയും അയാൾക്ക് തെറ്റുപറ്റിയിട്ടും ഈ ഒരു ബന്ധം പുലർത്തി പോരുന്നത് അയാൾ മാറാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. എന്നാൽ ഈ നന്മയിൽ നിന്ന് അയാൾ മുറിഞ്ഞു, അയാള് പിന്നെ ഒരു നിലക്കും അയാൾ എന്ത് ചെയ്യുന്നില്ല, മാറാനുള്ള സാധ്യതയില്ലെങ്കിൽ അസ്വറവസ്ഥമറ, എന്ത് ചെയ്യണം, നമ്മള് ബന്ധം മുറിയുകയും ചെയ്തു, അയാൾ മാറാൻ സാധ്യതയില്ല, എന്നാ പിന്നെ അയാളുടെ അടുത്ത് പോകണ്ട. അമ്മാ കൗനു അഫ്ഖഹ, പാണ്ഡിത്യത്തിന്റെ റൂട്ടാകുന്ന എന്തുകൊണ്ടാണ്? ഫമിൻ ഹൈസു ഇന്നൽ ഉഖുവത അഖ്ദുൻ, ഈ ഉഖുവത്ത് എന്ന് പറയുന്നത് ഒരു ഇടപാടാണ്. യൻസിലു മൻസിലത്തൽ ഖറാബത്തി, അതൊരു കുടുംബ ബന്ധത്തോട് അതുപോലെയുള്ളതാണ്. ഫൈദൻ അഖദത്, അങ്ങനെ ഒരു ബന്ധം ഉണ്ടായാൽ തഅക്കദൽ ഹഖു, ആ ഹക്ക് ശക്തിപ്പെട്ടു. വജബൽ വഫാഉ, ആ ഹക്ക് വീട്ടണം. ബിമൂജിബിൽ അഖ്ദി, അഖ്ദ് കാരണം അത് വീട്ടണം. ഈ ബന്ധം ഉള്ളത് കൊണ്ട് നീ അവരോടുള്ള കടപ്പാട് വീട്ടണം. വമിനൽ വഫ, ഈ കടപ്പാട് വീട്ടേണ്ടത് എങ്ങനെയാണ്? ആ കടപ്പാട് വീട്ടുന്നതിൽ പെട്ടതാണ് അല്ലാ യുഹ്മില അയ്യാമ ഹാജത്തിഹി, അവന്റെ ആവശ്യമുള്ള സമയത്ത് അവന്റെ ബന്ധം ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളത് കടപ്പാടിന്റെ ഭാഗമാണ്. അയ്യാമ ഹാജത്തിഹി വ ഫഖ്രിഹി, അവന് ദാരിദ്ര്യം ഉള്ളപ്പോ ഒരു ആവശ്യഘട്ടത്തിലല്ലേ അവൻ ഒഴിവാക്കാണ്ട് ഇരിക്കേണ്ടത്. ഫഖ്റുദ്ദീനി, ദീനിലെ ആ ദാരിദ്ര്യമല്ലേ അശദ്ദു മിൻ ഫഖ്റിൽ മാലി, സമ്പത്തിലെ ദാരിദ്ര്യത്തെക്കാൾ വലുത്. വഖദ് അസ്വബത്തുഹു ജാഇഹത്തുൻ, സത്യത്തിൽ അവനൊരു പ്രയാസം വന്നുവിട്ടു. വാലമ്മത്ത് ബിഹി ആഫത്തുൻ, അവനൊരു അപകടം വന്നുവിട്ടു. ഇഫ്തഖറ ബിസബബിഹാ ഫീ ദീനിഹി, ദീനില് ആ കാരണത്താൽ അവന് ഒരു ആവശ്യമുണ്ടായി തീർന്നു. അങ്ങനെ ആകുമ്പോ, അങ്ങനെ ഒരു ആവശ്യമുള്ള സമയത്ത് ഫയംബഗി അൻ യുറാഖിബ വയുറാഇയ വലാ യുഹ്മില, ഒന്ന് നിരീക്ഷിച്ച് അവനെ ഉപേക്ഷിക്കാതിരിക്കുകയല്ലേ വേണ്ടത്. വൽ ലാ യസാലു യതലത്തഫു ബിഹി, അവനോടൊരു കാരുണ്യം കാണിക്കുകയല്ലേ ചെയ്യേണ്ടത്. ലിയുആന അലൽ ഖലാസു മിൻ തിൽക്കൽ വഖഅത്തി അല്ലത്തി അലമ്മത്ത് ബിഹി, അവന് ചെന്നുപെട്ട അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഫൽ ഉഖുവത്തു ഇദ്ദത്തുൻ ലിന്നാഇബാതി വഹവാദിസി സമാനി,
അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ സൗഹൃദ ബന്ധം. വഹാദാമിൻ അശദ്ദിൻ നവാഇബി. സത്യത്തിൽ ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ മുസീബത്ത് ദീന് നഷ്ടപ്പെടലാണ്. അതുകൊണ്ട് തന്നെ ദീനിൽ നിന്ന് മാറുമ്പോൾ അവനെ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഒരു തമ്മാടിയായ മനുഷ്യൻ നല്ല ആളുടെ കൂടെ കൂടുമ്പോൾ അവന്റെ തക്കുവയും അതിങ്ങനെ അവൻ കൊണ്ടു നടക്കുന്നതൊക്കെ അവൻ കാണൂലേ. ഖുർബിൻ. കുറച്ച് കഴിയുമ്പോ അവൻ മാറിക്കോളും. തെറ്റിൽ മുന്നോട്ട് പോകുന്നതിന് അവന് പ്രയാസം ഉണ്ടാകും എന്ന് മാത്രമല്ല, ബലിൽ കസ്ലാനും മടിയന്മാരായ ആൾക്കാര് യസ്ഹബുൽ ഹരീസ, ഭയങ്കര അത്യാഗ്രഹിയുടെ കൂടെ നടക്കുമ്പോ, അത്യാഗ്രഹിയായ മനുഷ്യൻ എപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കും, എന്നാൽ മടിയനായ മനുഷ്യന് അധ്വാനിക്കാൻ ഇങ്ങനെ മറിഞ്ഞു നിൽക്കും. അപ്പോ യസ്ഹബുൽ ഹരീസ ഫിൽ അമലി, ഈ ജോലി ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര അത്യാഗ്രഹത്തോടെ ഓവർ ടൈം ജോലിയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ, അങ്ങനെ അയാളെ കൂടെ കൂടിയാൽ ഫയഹരിസു ഹയാമിൻ, ഇയാളും മനക്കെടും. ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോണ്ടെന്ന് കരുതിയിട്ട് അവർ മെനക്കെടും. അതൊരു യാഥാർത്ഥ്യമാണ്. കാല ജാഫർ ബിൻ സുലൈമാൻ, മഹാനവറുകൾ പറഞ്ഞത് കാണാം, മഹ്മാ ഫതർതു ഫിൽ അമലി, ചിലപ്പോ ഞാൻ ജോലി ചെയ്യുമ്പോഴൊക്കെ മടി വരുമ്പോ നളർത്തു ഇല മുഹമ്മദ് ബിൻ വാസിർ, മുഹമ്മദ് ബിൻ വാസിർ റഹിമഹുല്ലായെ ഞാൻ നോക്കും. വൈഖ്ബാലിഹി അല ത്വഅത്തി, അവരുടെ ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യം കണ്ടാൽ ഫയർജു ഇലയ്യ നിഷാത്ത്, എനിക്ക് ഭയങ്കര ഉന്മേഷം അവരെ കണ്ടു. ഫിൽ ഇബാദത്തിലൊക്കെ എന്ത് ചെയ്യും, എനിക്ക് നല്ല ഇബാദത്ത്. ഫാറഖനിൽ കസുലു, പിന്നെ മടിയൊക്കെ മാറും. അമിൽതു അലൈഹി ഉസ്ബുഅൻ, ഒരാഴ്ചയൊക്കെ എനിക്ക് അത് മതി. അപ്പൊ അവരെ കണ്ടാൽ തന്നെ എന്റെ ഇതൊക്കെ മാറി. അങ്ങനെ കാണാം. ഞാൻ പലപ്പോഴും എന്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്, എനിക്ക് ഒരു ഉന്മേഷക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നോക്കമൊക്കെ തോന്നിയാൽ എനിക്ക് ഉസ്താദിനെ ഒന്ന് കണ്ടാൽ മതി. എന്റെ ഉസ്താദായ പേരോട് ഉസ്താദിനെ എനിക്ക് ഒന്ന് കണ്ടാൽ പിന്നെ കുറെ കാലത്തേക്ക് അത് മതി, നല്ല ഉന്മേഷമായി, നല്ല റാഹത്തായി. ഞാൻ അതാണ് ശ്രമിക്കാറുള്ളത്. കാരണം ഉസ്താദിന്റെ ആ മടി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, അള്ളാഹു നല്ല ആഫിയത്തും എല്ലാ സന്തോഷവും ഉള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അങ്ങനത്തെ ഒരു ജീവിതമാണ്. ആ ജീവിതം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഉന്മേഷമാണ്. വഹാദ തഹ്ഖീഖ്, ഇതാണ് ശരി. ബഹു അന്ന സ്വദാഖത്ത ലഹ്മത്തുൻ കലഹ്മത്തിൻ നസബി, ഒരു നമ്മളെ ചോരബന്ധം പോലെയുള്ള ഒരു ബന്ധമാണ്. വൽ ഖരീബു ലാ യജൂസു അൻ യഹ്ജുറ ബിൽ മഅസിയത്ത്, തെറ്റ് ചെയ്തത് കൊണ്ടൊന്നും ഒരു കുടുംബ ബന്ധത്തെ മുറിച്ചു കളയും. വലിദാലിക ഖാല അല്ലാഹു തആല ലിനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അശീറതിഹി, നബിതങ്ങളോട് കുടുംബക്കാരോട് പറയാൻ വേണ്ടി പറഞ്ഞൊരു ഘട്ടമുണ്ടല്ലോ, ഒരു തെറ്റ് ചെയ്തപ്പോ, ഫൈൻ അസൗക ഫഖുൽ ഇന്നി ബരീഉം മിമ്മാ തഅമലൂൻ, അവർ തെറ്റ് ചെയ്താൽ ഫഖുൽ, അവരോട് പറയേണ്ടത് എന്താണ്, ഇന്നി ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന ഈ തെറ്റിൽ എനിക്ക് എന്തില്ല, എനിക്ക് ഭാഗമില്ല, ഞാൻ അതിനില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നാണ്. വലം യഖുൽ ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളോട് ഇനി ബന്ധമില്ല എന്നല്ല പറഞ്ഞത്, നിങ്ങളെ പ്രവൃത്തിയിൽ, തെറ്റായ പ്രവൃത്തിയിൽ എനിക്ക് പങ്കില്ല. മുറാഅത്തൻ ലിഹഖിൽ ഖറാബത്തി വലഹ്മത്തിൻ നസബി, ആ ഖറാബത്ത് ബന്ധം, കുടുംബ ബന്ധം, ആ ചോരബന്ധം പരിഗണിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. വൈലഹാദ അശാറ അബൂ ദർദാ ലിമാ ഖീല ലഹു, ഇതാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചത്. അലാ തുബീദു അഖാക വഖദ് ഫഅല കദാ, നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോട് പിണങ്ങിക്കൂടെ, അയാൾ തെറ്റ് ചെയ്തില്ലേ. ഫഖാല ഇന്നി ഉബ്ഗിദു അമലഹു, അയാളെ തെറ്റ് ഞാൻ വെറുക്കുന്നു. വഇല്ലാ ഫഹുവ അഖി, അയാൾ തെറ്റ് ചെയ്യാതിരുന്നാൽ അയാൾ എന്റെ സുഹൃത്തായിട്ട് തുടരും. ഉഖുവത്തുദ്ദീനി ഔഖദു ആഖദു മിൻ ഉഖുവത്തിൽ ഖറാബത്ത്, ദീനുമായിട്ടുള്ള ബന്ധം ഖറാബത്ത് ബന്ധത്തെക്കാൾ പരിഗണിക്കണം. വലിദാലിക ഖീല ലി ഹക്കീമിൻ അയ്യുമാ അഹബ്ബു ഇലൈക അഖൂക ഔ സദീഖുക, മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾക്ക് ദീനിലെ കൂട്ടുകാരൻ ചങ്ങാതിയാണോ വലുത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തിലെ ചങ്ങാതിയാണോ വലുത്. ഖാല ഇന്നമാ ഉഹിബ്ബു അഖീ ഇദാ കാന സദീഖൻ ലി, ഞാൻ എന്റെ സുഹൃത്തിനെ സ്നേഹിക്കുന്നത് എന്റെ ചങ്ങാതിയാകുന്നു എന്ന നിലക്കാണ്. കാനൽ ഹസൻ യഖൂൽ, ഹസൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, കമ്മിൻ അഖിൻ ലം തലിദുഹു ഉമ്മുക, ഉമ്മ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, അവരെന്റെ സഹോദരനാണ്, അങ്ങനെ പറയാറുണ്ട്. വലിദാലിക ഖീല,
അൽ ഖറാബത്തു തഹ്താജു ഇലാ മവദ്ദത്തിൻ, എപ്പോഴും ഖറാബത്ത് സ്നേഹത്തിന് പ്രേരിപ്പിക്കും. വൽ മവദ്ദത്തു ലാ തഹ്താജു ഇലാ ഖറാബത്തിൻ, സ്നേഹം ഉണ്ടാകാൻ എന്ത് വേണമെന്നില്ല, ഖറാബത്ത് ഉണ്ടാകണമെന്നില്ല. വഖാല ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പറഞ്ഞത് കാണാം, മവദ്ദത്തു യൗമിൻ, ഒരു ദിവസം കൊണ്ടുള്ള ബന്ധം, സിലത്തുൻ, അതൊരു ബന്ധം ചേർക്കലാണ്. അപ്പൊ മവദ്ദത്തു ശഹരിൻ, ഒരു മാസത്തെ ബന്ധം, ഖറാബത്തുൻ, അത് കുടുംബ ബന്ധമാണ്. അപ്പൊ മവദ്ദത്തു സനത്തിൻ, ഒരു വർഷത്തെ ബന്ധം, റഹ്മുൻ, അത് റഹ്മുൻ മാഇയ്യത്തുൻ, മാഇയ്യത്തായ റഹ്മാണ്. മൻ ഖതഅഹ ഖതഅഹുല്ലാഹ്, അത് മുറിച്ചാൽ അള്ളാഹു അവനോടുള്ള ബന്ധം മുറിച്ചു. അപ്പോ ദീർഘകാലം ഒന്നിച്ച് ജീവിക്കുമ്പോ അത് എന്തിന് കാരണമാകണം? നമ്മുടെ ജീവിതത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്ന പ്രേരണക്ക് അത് കാരണമാകണം. ഫൈദൻ അൽ വഫാഉ ബി അഖ്ദിൽ ഉഖുവതി എന്ന് വന്നാൽ ഈ സാഹോദര്യ ബന്ധത്തിന്റെ പ്രാധാന്യം ഇദാ സബഖ ഇൻഖാദുഹാ വാജിബുൻ, അതുണ്ടായാൽ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. വഹാദാ ജവാബുന അൻ ഇബ്തിദാഇൽ മുആഖാതി മഅൽ ഫാസിഖി ഫഇന്നഹു ലം യതഖദ്ദം ലഹു ഹഖ്ഖുൻ. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ജവാബ് അത് എവിടെയാണ്? അൻ ഇബ്തിദാഇൽ മുആഖാത്ത്, ബന്ധം തുടങ്ങുമ്പോ, ഫാസിഖിനോട് ബന്ധം തുടങ്ങുമ്പോ ആണ്. ഫഇന്നഹു ലം യതഖദ്ദം ലഹു സബഖ് ഹഖ്ഖുൻ, അവിടെ നേരത്തെ ഹഖൊന്നും ഇല്ലല്ലോ. വൈൻ തഖദ്ദമത് ലഹു ഖറാബത്തുൻ, ഖറാബത്ത് ഉണ്ടെങ്കിൽ ഫലാ ജറമ, സംശയമില്ല, ലാ യംബഗി അൻ യുഖാത്തിയ, ബന്ധം മുറിക്കരുത്, ബൽ യുജാമിലു, ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം. ദലീലു അലൈഹി, അതിനോടുള്ള ദലീല് അന്ന തർക്കൽ മുആഖാതി വസ്സുഹ്ബതി ഇബ്തിദാഅൻ, ബന്ധം തുടക്കത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ലൈസ മദ്മൂമൻ, അത് മദ്മൂമല്ല. വലാ മക്റൂഹൻ കറാഹത്തു, അതായത് ഒരാൾക്ക് മോശമാണെങ്കിൽ അയാളോട് ബന്ധം തുടങ്ങണ്ട. ബൽ ഖാല ഖായിലൂന അൽ ഇൻഫിറാദു ഔലാ, ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത്. ഫഅമ്മാ ഖത്ഉൽ ഉഖുവതി അൻ ദവാമിഹ, സ്ഥിരമായിട്ട് ബന്ധം മുറിക്കുന്നത്, ഫമൻഹിയുൻ അൻഹു വമദ്മൂമുൻ ഫീ നഫ്സിഹി, ഉള്ള ബന്ധം മുറിക്കുന്നത് അതെന്താണ്? മോശമാണ്. നിസ്ബത്തുഹു ഇലാ തർക്കിഹ ഇബ്തിദാഅൻ, തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കുന്ന ഏതുപോലെയാണ്? കനിസ്ബത്തി ത്വലാഖ് ഇലാ തർക്കിൻ നിക്കാഹി, നിക്കാഹ് ചെയ്യാതിരിക്കുക ത്വലാഖ് രണ്ടും പോലെ ബന്ധം പോലെയാണ്. ബന്ധം ഉണ്ടായിട്ട് മുറിക്കുന്നത് ത്വലാഖ് പോലെയാണ്, ത്വലാഖ് ഒരു മോശമാണ്. നിക്കാഹ് ചെയ്യാതിരിക്കാൻ ബന്ധം മോശമായിട്ട് നമുക്ക് പറ്റാത്തത് കൊണ്ട് അതിന് കുഴപ്പമില്ലല്ലോ. അതുപോലെ ത്വലാഖ് അബ്ഗദു ഇലല്ലാഹി തആല മിൻ തർക്കിൻ നിക്കാഹി, നിക്കാഹ് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ മോശമാണ് നിക്കാഹ് ചെയ്തിട്ട് ത്വലാഖ് ചെല്ലുന്നത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ശിറാറു ഇബാദില്ലാഹി അൽ മശാഊന ബിൻ നമീമത്തി, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മോശക്കാരാണ് നമീമത്ത് പറഞ്ഞു നടക്കുന്നവർ. അവരാരാണ്? അൽ മുഫർരിഖൂന ബൈനൽ അഹിബ്ബത്തി, കൂട്ടുകാർക്കിടയിൽ ബന്ധം തെറ്റിക്കുന്നവരാണ്. വഖാല ബഅദു സലഫി ഫീ സത്രി സല്ലാത്തിൽ ഇഖ്വാനി, സുഹൃത്തുക്കൾക്ക് ഒരു അബദ്ധം വന്നാൽ അത് മറച്ചു വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് കാണാം. വദ്ദ ശൈത്വാനു അൻ യുൽഖിയ അലാ അഖീകും മിസ്ല ഹാദാ, ഇങ്ങനെ ഇതുപോലെ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഹത്താ തഹ്ജുറൂഹു വതഖ്തഊഹു, എന്നിട്ട് നിങ്ങൾ പിണങ്ങുകയും ബന്ധം മുറിക്കുകയും ചെയ്യുക. അത് പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്. ഫമാദാ ഇത്തഖൈതും മിൻ മഹബ്ബത്തി അദുവിക്കും, നിങ്ങൾ ഈ പിശാചിനെ തൃപ്തിപ്പെടുത്താനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? വഹാദാ ലിഅന്ന തഫ്രീഖ ബൈനൽ അഹ്ബാബി മിൻ മഹാബ്ബി ശൈത്വാൻ, കൂട്ടുകാരെ പരസ്പരം തെറ്റിക്കുന്നത് പിശാചിന്റെ ഇഷ്ടവിനോദമാണ്. കമാ അന്ന മുഖാറഫത്തൽ ഇസ്യാനി മിൻ മഹാബ്ബിഹി, അതുപോലെ തെറ്റ് ചെയ്യുന്നത്, മുഖാറഫത്തുൽ ഇസ്യാൻ, തെറ്റ് ചെയ്യുന്നത് മിൻ മഹാബ്ബിഹി, അതും പിശാചിന്റെ ഒരു കൂട്ടാണ്. അപ്പൊ രണ്ട് കാര്യമാണ് ഇവിടെ ഉള്ളത്. ഒരു കൂട്ടുകാരൻ തെറ്റ് ചെയ്യുന്നു, അത് പിശാചിന് ഇഷ്ടമാണ്. അവിടെ ബന്ധം മുറിക്കുന്നു, അതും പിശാചിന് ഇഷ്ടമാണ്. വൈദാ ഹസ്വലലി ശൈത്വാനി അഹദു വറദൈഹി, പിശാചിന് രണ്ടിൽ ഒരു കാര്യം കിട്ടുകയാണ്. ഫലാ യംബഗി അൻ യുദാഫ ഇലൈഹി സാനി, അപ്പോ ഈ രണ്ടാമത്തത് അവനിലേക്ക് ചേർത്തപ്പെടുന്നത് അത് ശരിയല്ല. വൈലാ ഹാദാ അശാറ അലൈഹിസ്സലാം